ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായിക്കിരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ഏലിയായി കത്തിജ്വലിച്ച. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും പന്തക്കുസ്ത തിരുനാളിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. നീണ്ട നാളത്തെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും സമാപനമിതാ പന്തക്കുസ്ത ദിനം. പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ പറന്നിറങ്ങിയതുപോലെ ദൈവമേ, പ്രാർത്ഥിച്ചൊരുങ്ങിയ അങ്ങേ പ്രിയ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മളിതാ ഇന്നിൻ്റെ വചനത്തിലേക്ക് കടക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പന്തക്കുസ്ത ദിനം സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയ അത്ഭുതകരമായ ഇടപെടൽ സംഭവിച്ച വചനം. ഇതാ ഈ വചനം നമ്മളിൽ മാംസം ധരിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ സ്വീകരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇതൊരു പുതിയ തുടക്കമാണ്. സഭയുടെ ആരംഭമാണ്. ഇതൊരു പുതിയ തുടക്കം, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം. നഷ്ടപ്പെട്ടു പോയ ദൈവകൃപകളെ എല്ലാം വീണ്ടെടുത്ത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന എൻ്റെ ജീവിതാവസ്ഥയിൽ നിന്ന് ഞാൻ മാറി ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക്, ഒരു പുതു ചൈതന്യത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നാം ഓരോരുത്തരും മുന്നേറണം. വചനത്തിൽ നമ്മൾ കണ്ടു കാറ്റ്. പ്രിയമുള്ളവരെ, കാറ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ അത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിനെ എങ്ങനെ നമുക്കത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അഗ്നിജ്വാലകൾ പോലെ ഇതാ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയെന്നാണ് പറയുന്നത്. നമ്മൾ വിശുദ്ധീകരിച്ച് എല്ലാ പാപക്കറകളും കഴുകി വിശുദ്ധീകരിച്ച് ഒരു പുതു ചൈതന്യത്തിലേക്ക് ഇതാ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ഈ പന്തക്കുസ്ത ദിനത്തിൽ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം. അവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടായ്മയിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, നാം ആയിരിക്കുന്ന ജീവിത മേഖലകളിൽ പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ, വരങ്ങളാൽ, ദാനങ്ങളാൽ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് ദൈവവചനത്തിൻ്റെ സാക്ഷികളായിട്ട് ലൂക്കാ 4:18 പറയുന്ന പോലെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രര് സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും എല്ലാം ഇതാ കർത്താവ് നമ്മുടെ ജീവിതത്തിലൂടെ പകർന്നു നൽകുകയാണ്. ഈ വലിയ അഭിഷേകം സ്വീകരിക്കുമ്പോൾ ഇരട്ടി കരുത്തോടെ, ഇരട്ടി കൃപയോടെ പരിശുദ്ധാത്മാവിൽ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവേ, ഈ പന്തക്കുസ്ത ദിനത്തിൽ ആത്മാവിൻ്റെ വലിയ കൃപകളാൽ, വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഒരു പുതുജീവിതം നയിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ ദൈവകൃപകളെ വീണ്ടെടുത്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ, ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ദൈവമേ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ഇന്നലകളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, വേദനകളിലേക്ക് തിരിഞ്ഞു നോക്കാതെ സ്വർഗത്തിലേക്ക് കണ്ണുവെച്ച് ഉന്നതങ്ങളിലേക്ക് കണ്ണുയർത്തി നോക്കി ദൈവമേ മുന്നേറുവാൻ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ വഴി നടത്തണമേ. ഈ ദിനങ്ങളിൽ ഞങ്ങൾ കേട്ട വചനങ്ങളുടെ വലിയ അഭിഷേകം, ആ വചനങ്ങളെല്ലാം ഞങ്ങളിൽ മാംസം ധരിക്കുന്ന ഒരു പുത്തൻ ഉണർവിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും നയിക്കണമേ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ വലിയൊരു കൃപ അങ്ങയുടെ ആശീർവാദത്തിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം തുടർന്നുള്ള നമ്മുടെ എല്ലാ ജീവിതത്തെയും ശക്തിപ്പെടുത്തട്ടെ, വഴി നടത്തട്ടെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.